നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ സംസാരിക്കുന്നത് ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങൾ അഥവാ സെലിയന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഏകദേശം 8ഓളം വരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. അത് 9ാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയും. അപ്പോൾ 9ാമത്തെയാണ് എന്തെന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ, ഇംഗ്ലീഷിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയും. അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ DPSP എന്ന് പറയും. DPSP. ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ, നമ്മളുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ പരിഗണിക്കേണ്ട നിർദ്ദേശങ്ങളും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുവാൻ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിയമനിർമ്മാണ സഭകൾ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭകൾ എന്ന് പറയുന്നത് പാർലമെന്റ് ആകാം, ഇല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളാകാം. ഇവർ ഒരു നിയമം നിർമ്മിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവർ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളും ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അഥവാ പാർട്ടാണ് 4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ്. അത് ഒരു സ്റ്റേറ്റ് ലംഘിക്കുന്ന പക്ഷം എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ട് കോടതിയെ സമീപിക്കുകയും അത് പുനഃസ്ഥാപിച്ചെടുക്കുകയും ചെയ്യാം. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ഇനി ഈ നിർദ്ദേശക തത്വങ്ങളിൽ പറ്റുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഒരു സ്റ്റേറ്റ് നിയമം നിർമ്മിക്കുന്നില്ല എന്ന് കരുതുക. നമുക്ക് ആ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിൽ സ്റ്റേറ്റ് നിയമം നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. കാരണം നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിയമം നിർമ്മിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആ നിർമ്മാണ സഭകളിൽ നിക്ഷിപ്തമാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാം. അവർ നിർമ്മിച്ചില്ലെങ്കിൽ അത് നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗരനോ അല്ലെങ്കിൽ ആർക്കുമോ എന്ത് ചെയ്യാൻ കഴിയില്ല? കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. നോൺ
ജസ്റ്റിഷ്യബിൾ ആണ്, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് ഈ വിഷയത്തിൽ നിയമം നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, 9ാമത്തെ പോയിന്റ് എന്താണ്, നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുവാൻ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിയമനിർമ്മാണ സഭകൾ സ്വീകരിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് നമ്മൾ അത് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് കോടതി വഴി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 9ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ 10ാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ സെലിയന്റ് ഫീച്ചറാണ്. നമ്മുടെ ഭരണഘടനയുടെ 10ാമത്തെ സവിശേഷ സ്വഭാവമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അത് മൗലിക അവകാശങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മൗലിക കടമകളുണ്ട്, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയും. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തോട് അവന്റെ പൗരന്മാർക്കുള്ള ചില കടമകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? രാഷ്ട്രത്തോടുള്ള പൗരന്മാരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മൗലിക കടമകളായിട്ട് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് എപ്പോഴും വാചാലരാകാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു പൗരൻ എന്നുള്ള നിലക്ക് എന്താണ്, നമുക്ക് ഈ രാഷ്ട്രത്തോടുള്ള കടമകളെ കുറിച്ച് എന്താണ്, ഞാനും നിങ്ങളും ആരും തന്നെ എന്താണ് ബോധവാന്മാരല്ല. അപ്പോ എന്താണ്, രാഷ്ട്രത്തോടുള്ള പൗരന്മാരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് പറയുക, മൗലിക കടമകൾ എന്ന് പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ഈ പറയുന്ന ആശയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് USSR നിന്നാണ്. അതായത് ഇന്നത്തെ റഷ്യ എന്ന് പറയും. എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മൾ അത് സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്, USSR നിന്നാണ് ഈ പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ളതാണ് USSR എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, USSR നിന്നാണ് അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് നമ്മൾ എന്ത് സ്വീകരിച്ചിരിക്കുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി നടത്തിക്കൊണ്ട് ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതായത് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് എന്ന്. അതിന്റെ ഉത്തരമാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. എന്താണ് സ്വരൺ സിംഗ് കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്താ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ എന്ത് ചെയ്തത്, ഉൾപ്പെടുത്തിയത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ എന്തിൽ ചേർത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ എന്നാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതെന്തെന്നറിയപ്പെടുന്നു, ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് 42ാം ഭരണഘടനാ ഭേദഗതി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1976 42ാമത്തെ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയപ്പോൾ ഇതിനെ നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തിയത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം
4A നമ്മൾ എന്തിനെ ഉൾപ്പെടുത്തിയത്? മൗലിക കടമകളെ ഉൾപ്പെടുത്തിയത്. എന്താണ്? ഭാഗം 4A നമ്മൾ എന്തിനെ ഉൾപ്പെടുത്തിയത്? മൗലിക കടമകളെ ഉൾപ്പെടുത്തിയത്. ഈ A, B ഇങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നത് നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം അതിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ A എല്ലാം ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഈ മൗലിക കടമകളും എന്താണ്? അത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. എന്താണ്? നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഈ മൗലിക കടമകൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ നിർബന്ധപൂർവം അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും കോടതിയെ സമീപിക്കുന്നതിനായിട്ട് കഴിയില്ല. അതായത് ഒരു ഉദാഹരണം പറയാം. ഈ മൗലിക കടമകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എല്ലാ പൗരന്മാർക്കിലും എന്താണ്? സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത്. അതായത് ശാസ്ത്രീയ അവബോധം, ശാസ്ത്രീയ ചിന്താഗതി വളർത്തുക എന്നുള്ളത്. സപ്പോസ് നിങ്ങൾക്ക് ആ ശാസ്ത്രീയ ചിന്താഗതി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? അതൊരു ഉദാഹരണമാണ്. ഈ പറയുന്ന മൗലിക കടമകൾ നിങ്ങൾ പെർഫോം ചെയ്തില്ല എങ്കിൽ എന്താണ്? അത് ചെയ്യിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആർക്കും കോടതിയെ സമീപിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? 10ാമത്തെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്? മൗലിക കടമകൾ എന്ന് പറയുന്നത്, അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 11ാമത്തെ സവിശേഷ സ്വഭാവമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാമത്തെ സവിശേഷ സ്വഭാവമാണ് സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്നത്. എന്താണ് സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്നത്? എന്താണ് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം? അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മത ഇതരമായ അവസ്ഥയാണ് മതേതരം എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റിന് ഒരു മതമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു മതത്തോട് മാത്രം എന്താണ് പ്രത്യേകമായ പരിഗണനകളോ സോഫ്റ്റ് കോർണറുകളോ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് ഒരു പടിഞ്ഞാറൻ കാഴ്ചപ്പാടാണ്, ഒരു വെസ്റ്റേൺ ആശയമാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന പടിഞ്ഞാറൻ ആശയം പോലെയല്ല മതേതരത്വം ഇന്ത്യയിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ വെസ്റ്റേൺ ആശയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആശയം മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടം, സ്റ്റേറ്റും എന്താണ് മതവും തമ്മിൽ എന്താണ് വിഭിന്നമായി നിലനിൽക്കും. അതായത് മതകാര്യങ്ങളിൽ ആരിടപെടില്ല? സ്റ്റേറ്റ് ഇടപെടില്ല. സ്റ്റേറ്റിന്റെ ഭരണകാര്യങ്ങളിൽ ആരിടപെടില്ല? മതം ഇടപെടില്ല എന്നുള്ളതാണ് പടിഞ്ഞാറൻ രീതിയിലുള്ള മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ ആ ആശയം അങ്ങനെ തന്നെ എടുക്കുകയല്ല ഇന്ത്യൻ ഭരണഘടന ചെയ്തത്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് തികച്ചും വിഭിന്നമാണ്. ഈ പറയുന്ന പടിഞ്ഞാറൻ ആശയത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ടത്, മതേതരത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ് ഔദ്യോഗികമായിട്ടൊരു മതം ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. അതായത് നമ്മളുടെ രാജ്യത്തെ നമ്മൾ എന്താണ് റിപ്പബ്ലിക് ഓഫ് ഹിന്ദു എന്നല്ല പറയുന്നത്, റിപ്പബ്ലിക് ഓഫ് ക്രിസ്ത്യൻ എന്നല്ല പറയുന്നത്, റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം എന്നല്ല നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമ്മളുടെ രാജ്യത്തെ വിളിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ വിളിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എന്താണ്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എന്താണ് അതിന് കാരണം? കാരണം നമ്മളുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതമില്ല. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം യാതൊരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? ഇന്ത്യക്ക് എന്താണ് ഔദ്യോഗികമായി ഒരു മതം ഇല്ല. മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ വെസ്റ്റേൺ ആശയം പോലെ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നല്ല. കാരണം നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ ആശയത്തിൽ എങ്ങനെയാണ്
അതായത് മതകാര്യങ്ങളിൽ എന്താണ് സ്റ്റേറ്റ് ഇടപെടില്ല. അവർക്ക് അവിടെ എന്ത് ഇക്വാളിറ്റി വേണമെങ്കിലും കാണിക്കാം, അതിലൊന്നും എന്ത് ചെയ്യില്ല, ഭരണകൂടം ഇടപെടില്ല. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. നിങ്ങളുടെ മതവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ മത ആചാരങ്ങൾ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളെയോ അല്ലെങ്കിൽ ഭരണഘടനയെയോ ലംഘിക്കുന്ന പക്ഷം എന്ത് ചെയ്യും? ഉടൻ തന്നെ സ്റ്റേറ്റ് നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഇടപെടുന്നതാണ്. എന്താണ്? നിങ്ങളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങളെ ലംഘിക്കുന്ന പക്ഷം അത് എന്ത് ചെയ്യും? സ്റ്റേറ്റ് നിങ്ങളുടെ മതവിശ്വാസങ്ങളിൽ ഇടപെടും. അതുകൊണ്ടാണ് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ എല്ലാ മതത്തെയും നമ്മൾ എന്താണ് ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യൻ ഭരണഘടന എന്താണ്? സെക്യുലർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ മതേതരത്വം എന്ന് പറയുന്ന പദം ഉൾപ്പെടുത്തിയാലും ഇല്ലെങ്കിലും എന്താ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് മതേതരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിൽ എന്താണ്, സെപ്പറേറ്റ് ആയിട്ടൊരു മതേതരം എന്ന് പറയുന്ന പദം ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. എങ്കിലും 1976 42ാമത്തെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്താ, മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗമായിട്ട് കൂട്ടി ചേർക്കുന്നത്. അപ്പൊ എന്താണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മതേതരത്വം എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് അത് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ് അത് കൂട്ടിച്ചേർത്തത്. അപ്പോ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യുന്നു? ഒരുപോലെ കാണുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മതേതരത്വം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നത്? കൂട്ടി ചേർക്കുന്നത്. ഈ മതേതരത്വം അഥവാ സെക്യുലറിസം ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്? വോട്ടവകാശം എന്ന് പറയുന്നത്. എന്താണ്? 12ാമത്തെ സവിശേഷ സ്വഭാവമാണ് വോട്ടവകാശം, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്ത് പറയും? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയും. എന്താണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയും. അതായത് ഇന്ത്യൻ ഭരണഘടന 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എന്ത് നൽകുന്നു? വോട്ടവകാശം നൽകുന്നു. എന്താണ്? 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എന്ത് നൽകുന്നു? വോട്ടവകാശം നൽകുന്നു. ഇതിൽ നമ്മൾ എന്താണ്? ജാതി, മതം, വർഗം, ലിംഗം എന്നുള്ള യാതൊരുവിധ എന്താണ് വ്യത്യാസങ്ങളും നമ്മൾ ഈ വോട്ടവകാശം നൽകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. അപ്പൊ എന്താണ്? 18 വയസ്സായി പൂർത്തിയായിട്ടുള്ള എല്ലാ പൗരന്മാർക്കും ഇന്ത്യ എന്ത് നൽകുന്നു? വോട്ടവകാശം നൽകുന്നു. നമ്മൾ അതിൽ എന്ത് വിവേചനം കാണിക്കുന്നില്ല. ജാതി, മതം, വർഗം, ലിംഗ ഈ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവർക്കും എന്തു നൽകുന്നു? വോട്ടവകാശം നൽകുന്നു. വോട്ടവകാശം നൽകുന്നു. എന്നാൽ
നമ്മൾ ഈ പറയുന്ന 18 വയസ്സ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സായിരുന്നില്ല, അത് 21 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 വയസ്സായിട്ട് കുറച്ചത്. അപ്പൊ എന്താണ് 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 മാറ്റി. എന്താണ് 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എന്താക്കി മാറ്റിയത്? 21 നിന്ന് 18 വയസ്സായിട്ട് നമ്മൾ കുറച്ചത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു, ഈ ഭേദഗതി പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആരാ? രാജീവ് ഗാന്ധി. അപ്പോ 18 എന്താണ് വോട്ടവകാശം അല്ലെങ്കിൽ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ പൗരന്മാർക്കും ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? വോട്ടവകാശം നൽകുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും എന്താക്കി മാറ്റിയത്? 18 മാറ്റിയത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത്തെ സവിശേഷ സ്വഭാവമാണ് വോട്ടവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 13ാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്? നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമാണ്. പല ഫെഡറൽ സ്വഭാവമുള്ള രാജ്യങ്ങളിലും എന്താണ് അവിടെ യൂണിയന് ഒരു പൗരത്വം നൽകും, അവിടുത്തെ പൗരന്മാർക്ക് യൂണിയൻ ഒരു പൗരത്വം നൽകും. കൂടാതെ എന്താണ് സ്റ്റേറ്റുകൾ അതത് സ്റ്റേറ്റിലുള്ള പൗരന്മാർക്ക് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള പൗരത്വങ്ങളും നൽകും. എന്നാൽ ഇന്ത്യ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമായിരിക്കുമ്പോഴും ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തില്ല? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്ന ആശയമില്ല. ഇന്ത്യ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളും എന്താണ്? കേരളം എന്താണ്? അല്ലെങ്കിൽ ബീഹാർ, തമിഴ്നാട് ഇവർക്കാർക്കും എന്തില്ല? പൗരത്വം, അവരുടെ പൗരന്മാർക്ക് പൗരത്വം നൽകുന്നതിനായിട്ടുള്ള അധികാരമില്ല. ഇന്ത്യയിലാകെ എന്താണ്? യൂണിയൻ ഗവൺമെന്റിന് അഥവാ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് പൗരത്വം നൽകാനുള്ള അവകാശമുള്ളത്. നമ്മളുടെ പൗരത്വം എന്തെന്നാ പറയുന്നത്? സിറ്റിസൺഷിപ്പ് എന്താണ്? സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പൗരത്വം, ഇന്ത്യയുടെ പൗരന്മാർ എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. എന്താണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 നമ്മൾ ഏക പൗരത്വം അല്ലെങ്കിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് നമ്മൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് നമ്മൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ എന്താണ്? ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത്. അപ്പോ ഏക പൗരത്വം എന്നുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ഇതിനെ ഉൾപ്പെടുത്തുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് 13ാമത്തെ സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങൾ ഇനി ഒരു ക്ലാസ് കൂടി ഉണ്ടാകും. അതോടുകൂടി എന്താണ് ഈ സവിശേഷ സ്വഭാവങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ ക്ലാസ്സുകൾ തീരുന്നതാണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. കാണാതെയല്ല, വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.